ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കും, എല്ലാ ആനുകൂല്യങ്ങളും പറ്റും, ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റും. പക്ഷേ ശബരിമലയ്ക്ക് മുന്നിൽ വന്ന് ഒന്ന് അയ്യപ്പനെ തൊഴാൻ ഈ നേതാക്കൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് എന്തുകൊണ്ടായിരിക്കും? ഒറ്റ ഉത്തരവേ ഉള്ളൂ, സിമ്പിൾ ഉത്തരവാണ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ഒ രാജഗോപാൽജിയുടെ ആത്മകഥയിൽ എഴുതിയിട്ടുള്ളതാണ്. EMSുമായിട്ട് ചേർന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കായിട്ട് ചേർന്ന് ഭാരതത്തിൽ മൊത്തം ഉള്ളതുപോലെ ഒരു ഐക്യ മുന്നണി സംവിധാനമോ അല്ലെങ്കിൽ പരസ്പര ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രതീക്ഷയോടുകൂടി അദ്ദേഹം വന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കാണാൻ പോയി. അന്ന് EMS പറഞ്ഞൊരു കാര്യമുണ്ട്, അന്ന് ജനസംഘമാണ്, അത് ഹൈന്ദവപക്ഷ രാഷ്ട്രീയം എന്ന് തന്നെ പറഞ്ഞു. നിങ്ങളെ എതിർക്കുന്നതാണ് ഞങ്ങൾക്ക് ലാഭം എന്ന് EMS പറഞ്ഞതായിട്ടാണ് ആ ആത്മകഥയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹിന്ദുവിനെ എതിർക്കുന്നതാണ് ലാഭം എന്ന രാഷ്ട്രീയ കണക്കൂട്ടൽ. ആ രാഷ്ട്രീയ കണക്കൂട്ടലാണ് ഇന്നലെയും കണ്ടത്. ഇന്നലെ അവിടെ നിന്ന് വാസവൻ അവിടെ നിന്നിട്ട് തൊഴുകയാണെന്ന് വിചാരിക്കുക, അവിടെ നിന്നിട്ട് തീർത്ഥം കുടിക്കുകയാണെന്ന് വിചാരിക്കുക, ആ നെറ്റിയിലേക്ക് ലേശം പ്രസാദം തൊട്ടെന്ന് വിചാരിക്കുക. അതിനെന്തെങ്കിലും ഇമ്പാക്റ്റ് കേരളത്തിലുണ്ടാകുമായിരുന്നു? അത് കാണുന്ന ഒരു സ്വാഭാവിക കാഴ്ച, അതിൽ പ്രത്യേകതയൊന്നുമില്ല. ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് അവിടെ ചെന്ന് തൊഴാമെങ്കിൽ വാസവൻ തൊഴുതാലും അതിന് യാതൊരു പ്രത്യേകതയില്ല. ഒരു നേട്ടവും വാസവനും കിട്ടില്ല, പാർട്ടിക്കും കിട്ടില്ല. പക്ഷേ ഞാൻ ഹിന്ദു വിരുദ്ധനാണ്, ഹിന്ദുവിനെ പല്ലും നഖവും ഉപയോഗിച്ചാൽ എതിർക്കും, ഹിന്ദുവിൻ്റെ അമ്പലങ്ങളിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുന്നത് പോലും സ്വർണം നേടാൻ വേണ്ടി മാത്രമല്ലത്, ഹിന്ദു മതത്തിൻ്റെ അടിക്കല്ല് ഇളക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ ഇടപെടലിൻ്റെ ഭാഗമാണെന്ന് പറയുന്നതാണ് അവർക്ക് ലാഭം. ഇത് കണ്ടു കഴിഞ്ഞാൽ വാസവൻ ഹിന്ദു വിരുദ്ധനാണ്, അതുകൊണ്ട് വാസവന് നമ്മൾ പിന്തുണ കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഉദാഹരണം സുനിൽ പിള്ളയുടെ ഹനുമെ തുള്ളിച്ചാടിയിട്ട് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തെ നമ്മൾ പിന്തുണ കൊടുക്കണം, ഹിന്ദുവിനെ എതിർക്കണം എന്നൊക്കെ പറഞ്ഞ ഉദ്ദേശം എന്താ? അല്ല, ഹിന്ദുവിലേക്ക് വരുമ്പോൾ അതേ ജാതി കണ്ടെത്തും. അല്ല, അതെ, അങ്ങനെ എതിർക്കണം എന്നുള്ള കാരണം എന്താ? കേരളത്തില് ഹിന്ദു ബഹുഭൂരിപക്ഷമുള്ള കേരളത്തിന് സംശയമാണ് ഇപ്പോഴും. ഒരു രാജ്യത്ത് വന്നിട്ട് ഹിന്ദുവിനെ എതിർക്കണം എന്ന് കരുതുമ്പം അത് EMS പറഞ്ഞ കാര്യമാണ്, അതാണ് ലാഭം. നമ്മൾ ഇന്നും ഇന്നലെയും കണ്ടതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തുടങ്ങിയ കാലം തൊട്ടുള്ള ഒരു രീതി ഇതാ. ഇന്ന് അമേരിക്കയിലൊക്കെ പറഞ്ഞ ഓക്കിസം പ്രയോഗിച്ചു നോക്കിയത് ഇവിടെയാണ്. ഹിന്ദു മതത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് അമ്പലങ്ങളിലെ പ്രാദേശിക ഭരണങ്ങളിൽ വരും, സപ്താഹം നടക്കുന്നവർക്കും പൂജ നടക്കുന്നിടത്തെല്ലാം മുമ്പിൽ പോയി നിൽക്കും, ആ പിരിവിൻ്റെ എല്ലാം മുമ്പിൽ നിൽക്കും, കിട്ടുന്നതെല്ലാം കൈക്കലാക്കും, ദേവസ്വം ബോർഡിൽ മെമ്പറാകും. EMSന്റെ ഭാര്യ സഹോദരനെ വരെ പട്ടതിരിയെ വരെ ദേവസ്വം ബോർഡ് മെമ്പറാക്കിയായിരുന്നു. അങ്ങനെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നേട്ടങ്ങളെല്ലാം ഉൾക്കൊള്ളുക. ഒരു കാര്യം ചോദിക്കട്ടെ, സാംബശിവൻ എന്നൊരു കഥാപ്രസംഗക്കാരുണ്ടായിരുന്നു. അദ്ദേഹം വലിയ കേമനായ കഥാപ്രസംഗക്കാരെന്നാണ് പറയുന്നത്. പക്ഷെ നടത്തിയ പ്രസംഗങ്ങളൊക്കെ എവിടെയായിരുന്നു? ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പാവപ്പെട്ട ഹിന്ദുവിൻ്റെ കാണിക്കേണ്ട പണം പിടുങ്ങാൻ വേണ്ടി അവിടെ പോയി കഥാപ്രസംഗം നടത്തും. പറഞ്ഞത് കൂടെ എങ്ങനെയാണെന്നറിയുമോ? ഹിന്ദുവിനെതിരെ സിനിമകളില് നമ്മുടെ MGയുടെ തുലാഭാരം തൊട്ട് സിനിമകളെടുത്തു. ഇവരൊക്കെ ചെയ്യുന്നത് ഹിന്ദുവിൻ്റെ കയ്യിലെ പണം പിടുങ്ങണം, ക്ഷേത്രങ്ങളിൽ നിന്നാണെങ്കിലും വ്യക്തികളിൽ നിന്നാണെങ്കിലും. അല്ല, അത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നാം കാണുന്നുണ്ടല്ലോ, എല്ലാ പദവികളും തൊഴിലുമെല്ലാം സഖാക്കൾക്ക് വേണം. പക്ഷെ സഖാക്കൾക്ക് വിശ്വാസമില്ലെന്ന് തന്നെയല്ല, വിശ്വാസമില്ലെന്ന് വിളിച്ചു പറയുകയും ചെയ്യും. അതാ രസം, വിശ്വാസമില്ലെന്ന് വിളിച്ചു പറയുകയും ചെയ്യും. അല്ല, വിശ്വാസമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതല്ലേ നല്ലത്? അതെ, വിശ്വാസം ഉള്ളിടത്ത് എന്നിട്ട് ഇല്ലെന്ന് വിളിച്ചു പറയുമ്പോഴാണല്ലോ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് കോഴി ബിരിയാണിയും മറ്റ് പരിഗണനകളും എല്ലാം കിട്ടുന്ന സാധ്യത ഉണ്ടാകുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുന്നവര്, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാലും തളർന്നു കിടക്കുന്ന ഒരു മകള് വീട്ടിലുണ്ടെങ്കിൽ
അവളെ ചികിത്സിക്കാനാണെന്ന് പറഞ്ഞു എന്നിട്ട് അവളെ ഈ ലവ് ജിഹാദിന്റെ ട്രാപ്പിൽ പെടുത്തുന്ന കൂട്ടരെയാണ് നിങ്ങൾ സന്തോഷിപ്പിക്കുന്നുള്ള കാര്യം മാത്രം മറക്കണ്ട. ആ കഥ അറിയാമല്ലോ, അടുത്ത കാലത്തുനിന്ന് വാർത്ത. അതുകൊണ്ട് ഹിന്ദുവിനെ എതിർക്കുക, ഹിന്ദുവിനെ തകർക്കാൻ നോക്കുക, ഇതൊക്കെ ചെയ്തിട്ട് അവസാനം ട്രാപ്പിൽ പെട്ട് കഴിയുമ്പം അവിടെ ഒരു രക്ഷയ്ക്ക് വേണ്ടി അയ്യപ്പ എന്ന് വിളിച്ചു കഴിഞ്ഞാലും നാരായണ എന്ന് വിളിച്ചു കഴിഞ്ഞാലും നാട്ടിലെ സാധാരണ ഹിന്ദുവിനെ വിളിച്ചാലും നിങ്ങൾക്ക് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്ന് കരുതുകയും വേണ്ട. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങ് തുടങ്ങിയതിനെ ഞാൻ ചോദിക്കുന്നത്, ക്ഷേത്രങ്ങളിൽ വിശ്വാസമില്ല, ഒരു മടിയും വേണ്ട, അങ്ങോട്ട് പോവുക വേണ്ട. അത് മുഖ്യമന്ത്രിയാണെങ്കിലും ദേവസ്വം ബോർഡ് മന്ത്രിയാണെങ്കിൽ പോലും ഇവരെല്ലാം അമ്പലത്തിൽ പോയിക്കൊള്ളണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. വിശ്വാസം ഇല്ലെങ്കിൽ പോകണ്ട. അല്ല, ഇതിപ്പോ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പണ്ട് രാധാകൃഷ്ണനായാലും അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിലെ മന്ത്രിയായാലും എല്ലാ ക്ഷേത്രങ്ങളും തുറക്കുമ്പോൾ അങ്ങ് മുന്നിൽ നിൽക്കുകയാണ്, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ. അതെ, അവരുടെ ഉദ്ദേശം അതെ. അവരുടെ രണ്ടുദ്ദേശം അവർക്കുള്ളത്. അവരുടെ സാന്നിധ്യം ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെ മുതൽ കൊള്ളയടിക്കുക. അതാണ് മന്ത്രിയായിരുന്ന വാസവനാണെങ്കിലും മന്ത്രിയായിരുന്ന കടകംപള്ളിയാണെങ്കിലും അവരുടെയൊക്കെ മണി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ്. അമ്പലത്തിലെ സ്വർണവും മറ്റാസ്തികളും ഭൂമി ഉൾപ്പെടെ അടിച്ചു മാറ്റുന്നുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക. അതേ നേരത്ത് തന്നെ ആ പണവും നിങ്ങളുടെയും നിങ്ങളോട് കൂടെ നിൽക്കുന്ന ജീവനക്കാരുടെയും സാന്നിധ്യം ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്ര വിശ്വാസങ്ങളെ തകർക്കുക. ആ വിശ്വാസം തകർക്കാൻ വേണ്ടിയാണ് അവിടുത്തെ സാന്നിധ്യം ഉപയോഗിക്കുക. വീടിനകത്ത് കയറിയിരിക്കുന്ന ഒരു കള്ളൻ രാത്രിയിൽ മോഷ്ടിക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സൗകര്യം കിട്ടുമ്പം ജനലിന്റെ കുറ്റി ഊരിയിട്ടേക്കും. രാത്രി വരുമ്പോഴത്തേക്ക് അത് തുറന്ന് അകത്ത് കയറാൻ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി. അമ്പലത്തിനകത്ത് കയറി നിൽക്കുമ്പോഴും ഈ കള്ളന്മാരുടെ ഉദ്ദേശം അത് തന്നെയാണ്. അല്ലാതെ നാം കണ്ടല്ലോ ഇപ്പോഴൊരു കാര്യം കാണുന്നില്ലേ? ഇപ്പോഴും ആ കള്ളന്മാരുടെ ഉദാഹരണം പറയാം. ഡൽഹിയിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പോക്കറ്റ് അടിക്കാർ ഒറ്റയ്ക്കല്ല, ഒരു ഗായികയായിട്ടായിരിക്കും 10-15 പേരൊന്നിച്ചായിരിക്കും. ഓരോരുത്തരെ ഓരോ പണിയേൽപ്പിക്കും. ഒരുത്തൻ കയറി ബസ്സിൽ കയറി പോക്കറ്റ് അടിക്കുന്നതിനിടയ്ക്ക് അവനെ പിടിച്ചു എന്ന് വിചാരിക്കുക. നാട്ടുകാരതെല്ലാം കൂടുന്നതിന് മുമ്പ് തന്നെ ഇവന്റെ ഗായകക്കാർ തന്നെ ചുറ്റും കൂടും. ഗായകക്കാർ ഇവനെ നമ്മൾ എടുത്തിട്ട് ഇടിക്കും. ആ ഇടിച്ചൊക്കെ മയമുണ്ട്, അത് വേറെ കാര്യം. പിടിക്കും ഒക്കെ ചെയ്യും. ആളെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് പിടിച്ചത് പോകും. പക്ഷെ അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാ. നമ്മൾ പിണറായി പറഞ്ഞ പോലെ ഉള്ള രക്ഷയല്ല, യഥാർത്ഥ രക്ഷയ്ക്ക് വേണ്ടി നോക്കുക. അതാണ് ഇപ്പം ശബരിമല കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല കേസിൽ ഇന്ന് ആ സംഭവം പിടിക്കപ്പെട്ട അന്ന് തൊട്ടുള്ള അന്വേഷണങ്ങളുടെ പ്രക്രിയ മുഴുവൻ കള്ളന്മാര് കൂട്ടത്തിൽപ്പെട്ട പിടിക്കപ്പെട്ട കള്ളനെ സഹായിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുമോ അതൊക്കെയാണ് അതിൻ്റെ കാരണം. തെളിവാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മുരാരി ബാബു, അയാളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും സമയമെടുത്തത്. അത് കഴിഞ്ഞിട്ട് മറ്റൊന്നോ കോടതി പോലും, സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പോലും ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് വീഡിയോ വഴി കാണാം. പക്ഷെ ഇത് രഹസ്യമാക്കി വച്ചിരിക്കുക. എന്തിനതിലൊരു രഹസ്യം? നമ്മളുകൊണ്ട് കാണിക്കിട്ട പണം രഹസ്യമായിട്ടല്ലിട്ടത്. കുറവാണെന്ന് കരുത്തൊരു മടിയുള്ളത് കൊണ്ട് ഒതുക്കിയായിരിക്കും ഇട്ടത്. എങ്കിലും ഞാൻ കാണിക്കിട്ടത് രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് കാണിക്കിട്ട പണം, പരസ്യമായിട്ട് വിജയമല്യ അവിടെ സമർപ്പിച്ച തങ്കം കട്ടുമുടിച്ച് മാറ്റിയവന് അവന്റെ കേസ് കൈകാര്യം ചെയ്യുന്നത് രഹസ്യമായിട്ട് വേണോ? എനിക്ക് മനസ്സിലാകുന്നില്ലത്, അതിന് ലോജിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇന്നലെ വാസവനോട് വന്നതുപോലും ഏതെങ്കിലും തരത്തില് രാഷ്ട്രപതിയുടെ നടപടികൾ എന്നറിയാം. എങ്കിലും ഒരു കാര്യം ഉണ്ടായല്ലോ, രാഷ്ട്രപതിയുടെ കൂടെ വന്ന ആ ഉദ്യോഗസ്ഥൻ
ആ കാണുന്ന ദ്വാരപാലക ശില്പത്തിന് മുകളിലുള്ള കവറ്, ആ കവചം ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞത് വാർത്ത വന്നില്ലേ? അങ്ങനെയൊക്കെയുള്ള സാഹചര്യം കഴിയുന്നത്ര ഒതുക്കാൻ വേണ്ടി പരിശ്രമിച്ച് നോക്കിയതാവാതിരിക്കാനും വഴിയില്ല. ഇല്ലെങ്കിൽ വിശ്വാസമില്ലെങ്കിൽ 18-ാം പടി കയറാതിരിക്കാം, താഴെ കാത്തു നിൽക്കാം. ഒരു മന്ത്രിയുടെ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് മന്ത്രി ഉണ്ടാവും എല്ലാ രാഷ്ട്രം വരുമ്പോൾ. അല്ലെങ്കിൽ അദ്ദേഹം വിശ്വാസമുള്ള വേറെ മന്ത്രിമാരുണ്ടല്ലോ, മാർക്സിസ്റ്റുകാരില്ലാത്ത വേറെ മന്ത്രിമാരുണ്ടല്ലോ. ആ ഒരു മന്ത്രി ആ ചോദ്യം ഗണേഷ് കുമാറുണ്ട്, അല്ലെങ്കിൽ വേറെ ശശീന്ദ്രൻ, പല മന്ത്രിമാരുണ്ട്. അമ്പലത്തിൽ പോയാൽ തൊഴാൻ മടിയില്ലാത്തൊരു മന്ത്രിക്ക് ആ പ്രോട്ടോകോൾ പ്രകാരം ഉത്തരവാദിത്വം കൊടുത്തു കഴിഞ്ഞാൽ ദേവസ്വം മന്ത്രി പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏതൊരു മന്ത്രിക്കും പോകാം പ്രോട്ടോകോളിൻ്റെ ഭാഗമായിട്ട്. ചെല്ലട്ടെ. അത് കഴിഞ്ഞ് 18-ാം പടിക്ക് താഴെ നിന്ന് അതിൽ കാണാമല്ലോ. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത്, അവിടെയും ചെന്ന് അയ്യപ്പനെ വെല്ലുവിളിച്ചെന്നും ധിക്കരിച്ചെന്നും അവഹേളിച്ചെന്നും പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നൊക്കെ ഓട്ടും കൂടെ നോട്ടും. ഇപ്പോൾ വോട്ട് മാത്രമല്ല, ഇസ്ലാമിക തീവ്രവാദ പക്ഷത്ത് നിന്ന് വോട്ട് മാത്രമല്ല ഇപ്പോൾ കിട്ടുന്നത്, കൂടെ നോട്ടും കിട്ടുന്നുണ്ടെന്നുള്ളതാണ് രാജ്യം അറിഞ്ഞിരിക്കേണ്ട വസ്തുത. അതുകൊണ്ട് ഇതിനെയൊന്നും നമ്മൾ കാണേണ്ടത് നിസ്സാരപ്പെട്ട വിഷയമായിട്ടല്ല. ഞാനിപ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ്. എൻ്റെ കൂടെ പഠിച്ചൊരു സഹപാഠി കോട്ടയം തിരുനക്കര അമ്പലം, ഞങ്ങൾ രാഷ്ട്രീയത്തിലുണ്ട്, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ട്. തിരുനക്കര അമ്പലം തൊഴാൻ കയറുമായിരുന്നു. തൊഴിലിട്ട് ഇറങ്ങി വരുമ്പം രണ്ടുപേരും നെറ്റിക്ക് ചന്ദനം തൊട്ട് ഇറങ്ങി വരുന്നു. എൻ്റെ കൂട്ടുകാരൻ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് തൂത്ത് കളയുമായിരുന്നു. ആ തൂത്ത് കളഞ്ഞത് കൊണ്ട് ആ വ്യക്തി കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി വരെ വളർന്നു. മുഖ്യമന്ത്രി അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നടക്കുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ സുഹൃത്തുക്കളായതുകൊണ്ട് പേര് പറയുന്നില്ല. എന്നാലും ഓർത്തു നോക്കൂ, അന്നത്തെ കാലത്ത് ഞാൻ ഹിന്ദു വിശ്വാസി അല്ല എന്ന് പറയാനല്ല, വിശ്വാസിയാണെന്നൊരു തോന്നലുണ്ടാക്കാതിരിക്കാൻ. ആ ഒരു തോന്നലിൻ്റെ പേരിൽ എന്നെ മാറ്റി നിർത്തപ്പെടണ്ട. 1970-കളിലെ കാര്യമാണ് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഗുരുവായൂർക്ക് പോകുന്ന ഏതമ്പലത്തിലും പോകുമെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കരുണാകരൻ വന്ന ശേഷമാണ് ആ രീതി മാറിയത് കേരളത്തിൽ. അതൊരു യാഥാർത്ഥ്യമാണ്. നിലയ്ക്കൽ പ്രശ്നക്കാരൻ എന്ത് ചെയ്താലും കരുണാകരൻ വന്ന ശേഷമാണ് അമ്പലത്തിൽ പോകുന്നത് ഒരു തെറ്റാണെന്നും നാണക്കേടാണെന്നും കരുതാതെ അമ്പലത്തിൽ പോയ ചന്ദനം തൊട്ടുകൊണ്ട് തന്നെ, പ്രസാദം തൊട്ടുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ വരാൻ തയ്യാറുണ്ടായത്. ആ കുട്ടി നമ്മൾ കണ്ടു. ഒരാൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടുന്ന് കാസർഗോഡ് ചെന്നപ്പം നെറ്റിക്ക് സ്ഥിരമുള്ള ആ തിലകം തൂത്ത് മായ്ച്ചു കളഞ്ഞു. പലരും, അതിപ്പം കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരും അതിൻ്റെ ഭാഗമാണ്. അവരും ചിന്തിക്കുന്നത് ഹിന്ദുവിനെ ചീത്ത പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകത്തില്ല. അവർ സനാതന ധർമ്മമാണ്, ആര് വിചാരിച്ചാലും തകർക്കാൻ പറ്റുകയില്ല എന്നൊക്കെ ഗീർവാണം അടിച്ചുകൊണ്ട് ഇവനെയൊക്കെ സഹിക്കും. പക്ഷേ ഹിന്ദുവിനെ എതിർക്കുന്നെന്നും ശക്തമായിട്ട് എതിർക്കുന്നുവെന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നെന്നും മറുവിഭാഗത്തിന് ബോധ്യപ്പെട്ടാൽ അവര് പണവും പിന്തുണയും കൊടുത്ത് ഇവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിലാണ് വാസവനെ പോലുള്ളവർ പ്രകടിപ്പിച്ച രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം. ആ കേവല രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രം നടത്തുന്ന അഭ്യാസങ്ങളെ കാണുക. പക്ഷെ പൊതുജനം ഇത് മനസ്സിലാക്കിയിട്ട് ഓരോരുത്തർക്കും കഴിയാവുന്ന തലത്തിലുള്ള പ്രതിരോധം, തീരെ കുറഞ്ഞ വീട്ടിൽ വോട്ട് ചോദിക്കാൻ വരുമ്പോഴും അന്ന് ശബരിമലയിൽ പോയപ്പം തൊഴാതെ തലതിരിച്ചു നിന്ന, മുഖം തിരിച്ചു നിന്ന സഖാവല്ലേ ഈ സഖാവ്, അല്ലെ ആ സഖാവിൻ്റെ സഖാവല്ലേ നിങ്ങൾ എന്ന് ചോദിച്ച് ഒന്ന് പരിചയപ്പെടാൻ തയ്യാറായി കഴിഞ്ഞാൽ കേരളത്തിൽ മാറ്റം ഉണ്ടാവും. ആ മാറ്റം ഉണ്ടാവണം. പ്രത്യേകിച്ചൊരു പരിഗണന കിട്ടിയില്ലെങ്കിലും അവഗണന ഇനി സഹിക്കാൻ പാടില്ല എന്ന് തുറന്നു പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാസവനും ഒരു കെ രാധാകൃഷ്ണനും ഒന്നും അവിടെ ചെന്നിട്ട് ഇങ്ങനെ ശബരിമലയുടെ ഭഗവാന്റെ മുമ്പിൽ ചെന്നിട്ട് അഹങ്കാരം കാണിക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.